ഇന്ന് നടന്ന ഡിസ്കഷൻ എന്തൊക്കെയാണ്? അല്ല, അത് വയനാട്ടിലത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതല വഹിച്ചിരുന്ന നേതാക്കൾ അവർ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നതാണ് ഒഫീഷ്യലായിട്ട്. പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് ജില്ലാ കളക്ടർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒഫീഷ്യലായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നു. അവിടെ വെച്ചിട്ട് പ്രിയങ്കാജിയുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്തു. ശനി ഞായർ ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് പ്രിയങ്കാജി പോകും. നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. നാളെ സത്യപ്രതിജ്ഞ രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ. പിന്നെ കേന്ദ്ര സർക്കാർ വയനാടിനെ വളരെ കാര്യത്തിൽ അവഗണിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും UDF മുഴുവൻ നേതാക്കളോട് വന്നിരുന്നു, MLA വന്നിരുന്നു. അവർ ആ ഗ്രൗണ്ടിൽ അറിയുന്നവരാണ്, ചൂരൽമലയിലും ദുരന്തത്തിലും. ഇത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് എന്തായിരിക്കും? അല്ല, വയനാട് ദുരിതാശ്വാസം വൈകുന്നത് അങ്ങേയറ്റത്തെ ആശങ്കാജനകമായ കാര്യമാണ്. ഇത്തരമൊരു നയം ഒരു കാലത്തും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല. കാരണം ഇതുപോലെ ഒരു വലിയ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ യാതൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായി ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ്. സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായ സമീപനം സ്വീകരിക്കണമെന്ന് തന്നെയാണ്. അവരോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങൾ കൂട്ടായിട്ടുണ്ടാവും. പക്ഷേ അവർ കൂടെ ഉണരണം. ഇതിനകത്ത് പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഉറപ്പാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ ഇൻ്റർവെൻഷൻ വയനാട് തന്നെ ആയിരിക്കും, വയനാട്ടിലെ ഇഷ്യൂ ആയിരിക്കും. ഈ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ ശ്രമങ്ങൾ, രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച ശ്രമങ്ങൾ തുടരുന്നതാണ് നേതാക്കൾ പറയുന്നത്. ആ രൂപത്തിൽ തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും അതിന് സംശയം വേണ്ട. അത് സത്യത്തിൽ ദുരന്ത പശ്ചാത്തലം കൂടി വന്ന സാഹചര്യത്തിൽ ഗൗരവമായിട്ട് തന്നെ അക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതിന് സംശയമില്ല. വയനാട്ടിലെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവർ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അത് പാർലമെൻറ്റിനകത്തും പുറത്തും ഉണ്ടാവും. അല്ല, നീണ്ടു പോകാണ്. ഇപ്പൊ 4 മാസം കഴിഞ്ഞു. ഒരു കാര്യം, അതെ, നമ്മൾ ഈ പാർലമെന്റ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. എന്തായാലും പാർലമെന്റിൽ അതിന് ഉത്തരം തേടും. ഞങ്ങൾ കൃത്യമായിട്ടും ഒരു ഉത്തരം തേടും. എന്താണ് ഗവൺമെന്റ് പ്ലാൻ? അല്ല, കേരളത്തെ തീർത്തും അവഗണിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഒന്നും നൽകുന്നില്ലേ? ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിയും. രാജ്യതലസ്ഥാനത്ത് ഈ ഒരു വിഷയം ഉന്നയിച്ച് സമരം നടത്താനാണ് LDF പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കടക്കം സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമരം വരുമ്പോൾ കോൺഗ്രസുമായി അല്ലേ, അവർ അങ്ങനെ ഒരു കാര്യം അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അല്ലായിരുന്നു നമ്മോട് ചോദിക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവരത്ര ഒരു സമരം അത് രാഷ്ട്രീയമാക്കിയാൽ മാറ്റലുണ്ട്. ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഞങ്ങൾ പരിപൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നതാണ്. MP-മാരുടെ കോൺഫറൻസിൽ പരിപൂർണ്ണ പിന്തുണ കൊടുത്തതാണ്. നമ്മൾ പലപ്പോഴും ഈ കാര്യം വയനാട്ടിലെ സഹായമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് സംബന്ധിച്ച് യോജിച്ച പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അവർ ഏകപക്ഷീയമായ സമരം അന്വേഷിച്ചു. പിന്നെ അവരെ പിന്നാലെ പോയി നിൽക്കേണ്ട പാർട്ടിയാണോ ഞങ്ങൾ? പിന്നണിയാണോ ഞങ്ങൾ? അത് അവരല്ല കേരളം ഭരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം അവർ ഫൈനലായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തത് 13-ാം തീയതിയാണ്, നവംബർ 13-ാം തീയതി തിരഞ്ഞെടുപ്പ് നടന്ന അന്ന്. അതൊരു സാങ്കേതികത്വം പറയാൻ ഇപ്പോൾ ഇവർക്കായി, കേന്ദ്രത്തിനായി. കേന്ദ്രത്തിനൊരു സാങ്കേതികത്വം പറയാനായി. ഇപ്പോൾ പ്രൈം മിനിസ്റ്ററോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും കേരളത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കിട്ടിയത് 13-ാം തീയതി, നവംബർ 13-ാം തീയതിയാണ്. അതൊരു സാങ്കേതികത്വമല്ല. അഡ്വാൻസ് ആയിട്ടെങ്കിലും കുറേ പൈസ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ പറ്റും. അവർ പറഞ്ഞ എന്താണ്, നിലവിലുള്ള ഫണ്ടിൽ ഉപയോഗിച്ചോളാണ് പറഞ്ഞത്. അത് എല്ലാ സ്റ്റേറ്റിനുള്ള ഫണ്ടാണ്. ദുരന്തം നടന്നിടത്തും അല്ല നടക്കാത്തിടത്തുള്ള ഫണ്ടാണ്. ആ ഫണ്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞ് ഒരു തരത്തിൽ ഇൻസൾട്ട് ചെയ്യായിരുന്നു ചെയ്തത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ ഞാൻ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നതും അവരിതിനെ ഒരു ഭാഗത്ത് അവരാണ് കേന്ദ്രവിരുദ്ധം പ്രക്ഷോഭം നടത്തുന്നത് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല. ഏകപക്ഷീയമായ സമരമൊക്കെ അനൗൺസ് ചെയ്യുന്നത്. പാർലമെന്റിൽ ഇപ്പോൾ സംഭവിക്കുന്നതാണ്. അതാണ് ഈ ചർച്ച ഒരിക്കലും അനുവദിക്കാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു. 2 ദിവസമായിട്ട് ഇത് സ്തംഭിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകാത്തത് അതാണ്. ഇത്രയും വലിയൊരു സംഭവം നാട്ടിൽ നടന്നില്ല. ഇപ്പം ആന്ധ്രാപ്രദേശ് ഇവരുടെ കൂടെയുള്ള ഗവൺമെൻറ് അല്ലേ? ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പിന്തുണക്കുന്ന ഗവൺമെൻറ് അല്ലേ? അവർ തീരുമാനിച്ചു അഡാനിയുടെ നിക്ഷേപം ഒഴിവാക്കാൻ. തെലങ്കാന ഗവൺമെൻറ് മടക്കി കൊടുത്തു പണം. അതുപോലെയാണ് മറ്റ് ഗവൺമെൻറ്റുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ മടക്കി അവരുടെ നിക്ഷേപം വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും ഭീകരമായിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് നടന്ന ഒരു അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യൻ പാർലമെൻറ്റ് എന്താണ് ഭയം? ഗവൺമെൻറ്റിന് ഒന്നും ഭയപ്പെടാനില്ലെങ്കിൽ ഈ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ച് അടിയന്തര പ്രമേയം വേണ്ട, ചർച്ച ആയിക്കോട്ടെ, ഒരു 193 ആവാം. അങ്ങനെയാണല്ലോ പല വിഷയങ്ങളും അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നമ്മൾ കൊടുക്കും, ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യും, അത് 193 ആക്കി മാറ്റും, ചർച്ച ചെയ്യും. എന്തിന് ഇത് അവതരിപ്പിക്കുന്നവർക്കൊന്ന് പറയാൻ 3 മിനിറ്റ് കൊടുക്കുന്നതിന് എന്താ പ്രശ്നം? അത് അവതരിപ്പിക്കുന്നതിന് 4 മിനിറ്റ് പറയാൻ കൊടുത്തിട്ട് ആ പറയാൻ മറുപടി അവർക്ക് പറയാമല്ലോ. പ്രൈം മിനിസ്റ്റർക്ക് പറയാം, ധനകാര്യമന്ത്രിക്ക് പറയാം. ഇതെന്താ ഇത്ര ഭയപ്പാട്? 2 ദിവസമായിട്ട് ഇതിങ്ങനെ സ്തംഭിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും അതിനകത്ത് ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങൾ തീരുമാനിക്കുന്നേ ഉള്ളൂ. എല്ലാ ദിവസവും ഇന്ന് രാവിലത്തെ ഇന്ത്യ മുന്നണി യോഗമാണ് ഇന്നത്തെ സ്ട്രാറ്റജി തീരുമാനിച്ചത്. അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ കക്ഷികളും കൂടെ ഒന്നിച്ചിരുന്ന് സ്ട്രാറ്റജി തീരുമാനിക്കും. എന്തുകൊണ്ടാണ്
നിൽക്കുന്ന ഒരു സാഹചര്യം. അല്ല, അവർ മുൻപ് കഴിഞ്ഞ സമ്മേളനങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ട് സഹകരിച്ച് നിൽക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ ഫ്ലോറിനകത്ത് പ്രശ്നം വരുമ്പോൾ അവർ സഹകരിക്കാറുണ്ട്. ഈ പ്രാവശ്യം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിഷയങ്ങളിൽ അവർ സഹകരിക്കും. അവർ ഉന്നയിക്കുന്ന വിമർശനം അദാനി വിഷയത്തിൽ ഏകപക്ഷീയമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അല്ല, അത് ആ വിമർശനം എന്താ അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഉന്നയിക്കാതിരിക്കണം എന്നാണോ? ഞങ്ങൾ അവരോട് ചോദിച്ചിരുന്നു. ഞാൻ തന്നെയാണ് TMCയുടെ നേതാക്കളോട് സംസാരിച്ചത്. ഈ അദാനി വിഷയം എടുക്കട്ടെ പാർലമെൻറ്റിൽ, ഇതാണ് വിഷയമെന്ന് ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചത്. അതവർ പറഞ്ഞതിൽ അർത്ഥമില്ല. ഏകപക്ഷീയമായിട്ടല്ല, എല്ലാ കക്ഷികളോടും ഞങ്ങൾ ആലോചിച്ചിരുന്നു. അവർ യോഗത്തിൽ വരാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അല്ല, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങൾ തന്നെ മാധ്യമ പ്രവർത്തി. ഇന്നിപ്പോൾ വയറിൻ്റെ വിവരങ്ങൾ കണ്ടു. ഒരു ബൂത്തിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടായി. ആ ബൂത്തിൽ 0 വോട്ട് മാത്രം. മറ്റൊരു ബൂത്തിൽ പറയുന്നത് ആ ഒരു വില്ലേജിൽ ഉള്ള 10 ബൂത്തുകളിൽ ഒരേപോലെ വോട്ടിംഗ്. ഇതിനകത്ത് കൃത്യമായിട്ടും വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. സുതാര്യമായ ട്രാൻസ്പെറൻസി ഇലക്ഷൻ നടന്നു. വയനാടിന്റെ കാര്യത്തിൽ അല്ല, ഞങ്ങൾ വിശദമായ രീതിയിൽ പഠിക്കും. ഞങ്ങൾ വിശദമായ രീതിയിൽ ആലോചിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ റിസൾട്ടുകൾ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും റിസൾട്ടുകൾ വിശദമായി അപഗ്രഥനം ചെയ്ത് എന്താണ് സംഭവിക്കുന്നത്. അതൊരു ദിവസം കൊണ്ട് നടക്കില്ല. അപ്പോൾ ഞങ്ങൾ മഹാരാഷ്ട്ര ഇലക്ഷൻ ആയതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ 2 സ്റ്റേറ്റുകളും കൂടി എടുത്തിട്ട് വിശദമായ അപഗ്രഥനം ചെയ്ത് കാര്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇതിനകത്താണ് വയനാടിന്റെ വിഷയത്തിൽ നമുക്ക് നിയമപരമായി കോൺഗ്രസിന് ഒരു നീക്കുപോക്കിലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കോടതിയെ സമീപിക്കുന്ന തരത്തിലേക്കോ? അല്ല, അത് നമ്മുടെ UDF തലത്തിൽ ആലോചിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതാ ഒരു തീരുമാനം. പ്രിയങ്ക ഗാന്ധി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വയനാട് നഷ്ടപരിഹാര പാക്കേജിനുള്ള സമരം അങ്ങനെ എന്താ? അല്ല, പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാടിൻ്റെ MP ആണല്ലോ. അവരാണല്ലോ ഇതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അവർ മുന്നിൽ നിൽക്കും. അവരുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻ്റർവെൻഷൻ തന്നെ വയനാടിൻ്റെ പ്രശ്നമായിരിക്കുമല്ലോ. അതോടുകൂടി അവരുടെ ഇനീഷ്യേറ്റീവിൽ തന്നെ കൊണ്ടുപോകും. കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇക്കാര്യത്തിൽ ഞങ്ങൾ സഹകരിക്കുന്നത്. പക്ഷേ അവർ ചെയ്യുന്നതാണ് ഏകപക്ഷീയമായ സമരം, ഏകപക്ഷീയമായ പ്രഖ്യാപനം. ദേ ഡോണ്ട് വാണ്ട് എനി അസിസ്റ്റൻസ് ഫ്രം ദ ഓപ്പോസിഷൻ.